നമുക്ക് നോക്കിയാൽ, അപ്പൊ എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഈ കമ്പനിയുടെ പേരാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ കമ്പനിയുടെ പേര് ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു ഓക്വേർഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. കാരണം എന്താ സാർ, ഈ കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഒരു ടീയുടെ കുറവുണ്ട് സാർ, കുറച്ച് കയ്യിലെടുത്ത് അല്ലെ, ഒരു ടീയുടെ കുറവുണ്ട് സാർ. പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ കിട്ടും അല്ലെ. ടീയുടെ പോയേക്കുക, ടീയുടെ പോയേക്കുക, സെർവ് ചെയ്യാൻ പോയേക്കുകയാണ്. ആണോ? ആണോ? അറിയാവുന്നവർക്ക് പറഞ്ഞ ആണോ? നമ്മളെ ടീ അവിടെ മനഃപൂർവ്വം വിട്ടതാണോ അല്ലയോ? എന്തിനാ ഈ ടീ ഇവിടെ ടീ ഇല്ലാത്തതിന്റെ കാര്യം എന്താണ്? ബിക്കോസ് കുറച്ച് ചളിയാണ്, എനിക്കറിയാം, സാരമില്ല. അപ്പൊ എന്തായാലും എന്താണ് ഈ ടീ ഇല്ലാത്തതിന്റെ കാര്യം? ടീ വന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ജസ്റ്റ് പെയ്ഡ്. ജസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡെലിവേർഡ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ളൂ അല്ലെ. ജസ്റ്റ് പൈഡ് എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് പെയ്ഡ് എന്ന് വെച്ചാൽ കടം കൊടുക്കരുത് അല്ലെ കടം മേടിക്കരുത് എന്ന് പറയുന്നതിന് വേറെ അർത്ഥമാണെങ്കിൽ, പക്ഷെ ഇവിടെ ഈ ഒരു മാനേജ്മെന്റ് ജസ്റ്റ് പെയ്ഡ് എന്ന വാക്കിലൂടെ ഉദ്ദേശിച്ചത് ഈ ഒരു ജസ്റ്റ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ്. വാട്ട് ഈസ് ദിസ് ജസ്റ്റിസ്? നീതി. നീതി കൊടുക്കുക. ആർക്ക്? ഐസർ. ഓക്കെ, നമ്മളുടെ കസ്റ്റമറുടെ നീതി, നമ്മളെ പോലുള്ള നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ നീതി നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു കമ്പനി ജസ്റ്റിസ് പേ. അപ്പൊ നീതിയെ കുറിച്ച് പറയാൻ ഒരു മാർക്കറ്റിംഗ് കമ്പനിക്ക് എന്ത് എക്സ്പീരിയൻസ് അല്ലെ. നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. അപ്പൊ ഇവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് 2020 ഈ കമ്പനി തുടങ്ങിയതെങ്കിലും ഈ മാനേജ്മെന്റിന്റെ ആദ്യത്തെ സംരംഭം സിൽവർ സ്പൂൺ ആരംഭിച്ചത് 1999. എന്ന് വെച്ചാൽ 26 വർഷത്തിലധികമായിട്ടുള്ള മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയുടെ സെക്കൻഡ് വെഞ്ചർ. ഇന്ന് ഈ ഒരു വെഞ്ചറിന്റെ ഒരു ബേസിസിലാണ് ഇന്ന് എന്റെ ഏകദേശം 6 തൊട്ട് 10 വരുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ ഇന്ന് ഇത് മോണിറ്റർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഇന്ന് പ്രധാനമായിട്ടും ജസ്റ്റ് പെയ്ഡിന്റെ ഒരു വെഞ്ചറിനെ കുറിച്ചാണ്. എന്താണ് അലി സാർ ആ വെഞ്ചർ? ഓക്കെ, നമ്മൾ കണ്ടു ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ടൂറിസം വിത്ത് AI ടെക്നോളജി. അതായത് നമുക്കറിയാം ഇന്നിപ്പോ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം നമ്മൾ എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പണ്ട് പല രാജ്യങ്ങളെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നിപ്പോ യുദ്ധം നടക്കുന്ന അല്ലെ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ അവരെ സമ്പന്നമായത് ഏത് രീതിയിലായിരുന്നു? ഗൾഫ് രാജ്യങ്ങൾ എന്താണ്? ക്രൂഡ് ഓയിൽ. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായി പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവും അല്ലെ, മുറുകെ പിടിക്കാൻ പറ്റുന്ന. നമുക്കറിയാം റഷ്യ ഇന്ത്യ എന്തിനാൽ സമ്പന്നരാണ്? ആർമറി, യുദ്ധക്കോപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് റഷ്യ. അതുപോലെ ഇസ്രയേൽ നൂതന ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാൻ സമ്പന്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുന്നു. ചൈന എന്തെല്ലാം സമ്മതിതമാണ്? ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് അല്ലെ, പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്, കൺസ്യൂമർ പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗിൽ ഏറ്റവും വലിയ ഒരു രാജ്യമാണ് ചൈന. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പറയാൻ ഭാരത്, ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് എന്തുണ്ട് പറയാൻ? ടൂറിസം, കൃഷി മെയിൻ ആയിട്ട് നമുക്ക് കൃഷിയാണ്. കാരണം നമുക്കറിയാം പണ്ട് എല്ലാവരും കൃഷിക്കാരായിരുന്നു ഇല്ലേ, കർഷകരായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളുടെ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടോ?